എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു ഹണി സോയ് ചിക്കനും അതിൻ്റെ കൂടെ ഫ്രേഗ്രൻറ്റ് റൈസും ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 6 ചിക്കൻ ഡ്രം സ്റ്റിക്കോ ചിക്കൻ ലെഗ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഡൈസ്ഡ് ഗാർലിക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ സോയ് സോസ്, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലീസ്, ഡ്രൈ ചില്ലീസ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിലിട്ടിട്ട് നല്ലോണം പെരക്കി വെക്കുക. എന്നിട്ടൊരു 5-6 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി മുളക് കുറച്ചും കൂടെ വേണ്ടവർ കുറച്ചും കൂടെ ഇട്ടോ. ഇത് സ്കിന്നോടും കൂടിയിട്ടാണ് ഈ ചിക്കൻ എടുക്കേണ്ടത്. എന്നാലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്രിസ്പായിട്ടെല്ലാം ഔട്ട്സൈഡ് കിട്ടുള്ളൂ. ഒരു 5-6 മണിക്കൂറിന് ശേഷം ഞാനതൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാനിടുന്നുണ്ട്. അതെല്ലാം നിരത്തി വെച്ചിട്ട് മൂടി വേവിക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് കൊടുക്കണം. അതൊരു ചിക്കൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അകത്തെല്ലാം വെന്തെന്ന് കാണുമ്പോൾ, ഇതുപോലെ വെന്ത് പിങ്ക് കളറൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഇനി അതിനെ വറ്റിച്ചെടുക്കാം. വറ്റിച്ചിട്ട് ഈ ഗ്രേവി ഇങ്ങനെ ഒരു കാരമലൈസ് ആയ പാകത്തിന് കിട്ടണം. നമുക്ക് നല്ല ഡാർക്ക് കളറായി വരും. അതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഈ ഹണിയും ഷുഗറെല്ലാം കൂടി നല്ല കാരമലൈസായി ഒരു കൊഴുത്ത ഒരു ഗ്രേവി കിട്ടും. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ടിട്ട് ആ ഗ്രേവീനെ കൊണ്ട് ഇതിനെ കോട്ട് ചെയ്യുക. ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ കാലിൻ്റെ പീസാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പൊത്തി വേവിക്കുന്നതാണ് നല്ലത്. ഇത് ചിക്കനൊക്കെ ഇങ്ങനെ മധുരമായിട്ട് കഴിക്കാൻ നല്ലതുണ്ടോയെന്ന് വിചാരിക്കേണ്ട. ഇതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് അനിയൻസ് ഇട്ടിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കണം. ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയാലും മതി ഒരു നേരം. ഇനി നമുക്ക് റൈസിൻ്റെ പണി നോക്കാം. ഇതിന് ഞാൻ ജാസ്മിൻ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കിട്ടാത്തവർ പച്ചരി എടുത്താൽ മതി. കുറച്ചിങ്ങനെ ഒട്ടുന്ന പോലത്തെ റൈസാണ് ഇതിന് നല്ലത്. ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഗലാങ്കാൾ ജിഞ്ചർ എന്ന് പറയുന്ന ഒരു ഇഞ്ചി വർഗ്ഗത്തിൽപ്പെട്ടൊരു സാധനം. പിന്നെ അതിനെ തായ് ജിഞ്ചർ എന്നും പറയും. പിന്നെ ഇത് നമ്മളെ പുൽത്തൈലത്തിൻ്റെ തണ്ടാണ്. മുറ്റത്തെല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ വേരിൻ്റെ തൊട്ട് മേലെയുള്ള ഭാഗത്താണ് ഏറ്റവും ഫ്രേഗ്രൻസ് ഉണ്ടാവുക, ഫ്ലേവേഴ്സും ഉണ്ടാവുക. അതിനെ ഒന്ന് ചതുക്കിയിട്ട് വെക്കണം. നമുക്കത് റൈസിൻ്റെ അകത്തേക്ക് ഇടേണ്ടതാണ്. പിന്നെ വേണ്ടത് കട്ടിയായിട്ട് തേങ്ങാപ്പാലൊരു കപ്പ് മുഴുവനും. ഇതിപ്പോൾ ആ റൂട്ടിന് ഞാൻ ചതുക്കി വെച്ചതാണ്. നല്ല ഉറപ്പുണ്ടാവും, അതുകൊണ്ട് ഇത്രയേ ആവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഇഞ്ചിയും ഗലാങ്കാൾ ജിഞ്ചറും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം കണ്ടോ. ഒന്നിൻ്റെ കളറ് ലൈറ്റ് ബ്രൗണും മറ്റേത് ഡാർക്ക് ബ്രൗണും ആണ്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല ഉറപ്പും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തോലൊക്കെ മുറിച്ച് മാറ്റിയിട്ട് അകത്തുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവ് കൂടുതലുള്ളതായിരിക്കും. പിന്നെ കുറച്ച് എനിക്ക് കസ്തൂരി മഞ്ഞളിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെയെല്ലാം തോന്നും. പ്രത്യേക രുചിയാണ്. ഇനി തേങ്ങാപ്പാലും ഉപ്പും ഇട്ടിട്ട് നമുക്ക് പൊത്തി വേവിക്കാം. വറ്റിച്ചെടുക്കുക വേണ്ടത് റൈസ്. റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഒരു ചിക്കൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റിക്ക് ഒരു ഡിഷ്. താങ്ക്സ് കേട്ടോ.